കൊലപാതകത്തിന് ശേഷം പ്രതി ചെന്താമര ഒളിച്ചിരുന്നത് കനാലിൽ. കൊലപാതകത്തിന് ശേഷം വീട്ടിൽ കൊടുവാൾ കൊണ്ടുവന്ന് വെച്ചു. കനാലിലെ ഓവിലൂടെ വൈകുന്നേരം മല കയറി. പ്രതിയുമായ പോലീസിന്റെ തെളിവെടുപ്പ് പൂർത്തിയായി. വിപിൻസി വിജയൻ ചെയ്തു. വിപിൻസി, ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയായെന്ന് മനസ്സിലാക്കുന്നു. നാളെയാണ് തെളിവെടുപ്പ്. ഇന്നത്തെ തെളിവെടുപ്പ് പ്രക്രിയകൾ എങ്ങനെയായിരുന്നു? എവിടേക്ക് എത്തിച്ച് തെളിവെടുത്തു? ഈ പോലീസും നാട്ടുകാരും പരക്കം പായുമ്പോഴും ഇവരെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ആ പ്രദേശത്ത് തന്നെ കനാലിനടുത്തായി തന്നെ ചെന്താമര ഉണ്ടെന്നടക്കം പറയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹൈൽ, പോലീസിനെ സംബന്ധിച്ച ഒരു വലിയ വെല്ലുവിളി മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ചെന്താമരയെ ഈ കൊലപാതകം നടന്നിട്ടുള്ള ഈ വീട്ടിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പിന്റെ സമയത്ത് ഉണ്ടാവുന്ന ഒരു ജനരോഷം, അതിന്റെ ഒരു ഭീഷണി, ഇത് മറികടക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയായിരുന്നു. എന്നാൽ 400ഓളം പോലീസുകാരെയാണ് ഇവിടെ വിന്യസിപ്പിച്ചിരുന്നത്. ഏകദേശം 12:35 കൂടി ചെന്താമരയെ ഈ പ്രദേശത്തേക്ക് പോലീസ് അകമ്പടിയോട് കൂടി കൊണ്ടുവന്നു. ഇവിടെ ശാന്തമായിരുന്നു. കാരണം ഇവിടെ പ്രദേശവാസികളെ മാത്രമാണ് ഈ പ്രദേശത്തേക്ക് കടത്തിവിട്ടിരുന്നത്. ബാക്കിയുള്ളവരാരും തന്നെ ഇങ്ങോട്ടേക്ക് വാഹനങ്ങളിൽ കടത്തിവിട്ടില്ല. ഈ പ്രദേശവാസികളോട് പോലീസ് കൃത്യമായി പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് രോഷമുണ്ടാകും, പക്ഷേ സഹകരിക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നു. ആ വാക്ക് ഇവിടുത്തെ നാട്ടുകാരും നൽകിയിരുന്നു. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ആദ്യം നമ്മൾ ഈ കാണുന്ന ഈ ചെന്താമരയുടെ വീടിന്റെ പരിസരത്താണ് നിർത്തിയത്. ഇവിടെ വെച്ച് സുധാകരനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം അപ്പോൾ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു സുധാകരൻ. അതിനുശേഷം അതിന്റെ തൊട്ട് താഴെയുള്ള സ്ഥലത്ത് വെച്ച് ലക്ഷ്മിയെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം അദ്ദേഹം ആ കൊടുവാള് സ്വന്തം വീട്ടിൽ, ഈ ചെന്താമര ഈ വീട്ടിൽ കൊച്ചതിന് ശേഷം പ്രതി പിന്നീട് ആ പാടത്തിലൂടെ ഇറങ്ങി ഓടുകയാണ്. ആ ഓടിയ വഴികളിലൂടെയാണ് ഇന്ന് പോലീസ് പ്രധാനമായും പോയത്. അത് ഏകദേശം തൊട്ടടുത്തുള്ള സ്ഥലമാണെങ്കിൽ പോലും ഇയാൾ വളരെ റൗണ്ട് അടിച്ച് വളഞ്ഞു ചുറ്റിയാണ് പിന്നീട് ഈ മലയിലേക്ക് കയറുന്ന ആ സ്ഥലം വരെ എത്തിച്ചേരുന്നത്. അതിനിടയിൽ ഫോൺ കളയുന്നുണ്ട്. അന്ന് 10 മണിക്ക് കൊലപാതകം നടത്തിയതിന് ശേഷം രാത്രി മാത്രമാണ് ഈ കാട്ടിലേക്ക് കയറുന്നത്. അതുവരെ ആ കനാലിന്റെ ഭാഗത്തും കുറ്റിക്കാട്ടിലുമൊക്കെയായി ഒളിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ഈ കാട്ടിലേക്ക് കയറി പോലീസിന്റെ ഈ വാഹനം പോകുന്നത്, നാട്ടുകാർ തിരയുന്നത്, ഡ്രോണിന്റെ പരിശോധന, ഇതൊക്കെ അയാൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും പിന്നീട് 2 ദിവസത്തിന് ശേഷം രാത്രി പിന്നീട് മലയിറങ്ങാൻ തീരുമാനിക്കുകയുമായിരുന്നു. ഇതൊന്നും തന്നെ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് ഇയാൾ പോലീസിനോട് വിശദീകരിച്ചത്. എന്താണ് ഈ സംഭവിച്ചത്, ഇവിടെ വെച്ച് കൊലപ്പെടുത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ശബ്ദത്തിൽ ഒരു ഇടർച്ച പോലും ഇല്ലാതെ ഇപ്പോൾ ചെന്താമര വിശദീകരിച്ചിരിക്കുകയാണ്. ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം നാളെ ഈ ആയുധം വാങ്ങിയ സ്ഥലത്ത് എത്തിച്ചുള്ള തെളിവെടുപ്പ് നടക്കും. നാളെ 3 മണിവരെയാണ് കസ്റ്റഡിയിൽ ഉണ്ടാവുക. അതിനുശേഷം വീണ്ടും വിയ്യൂർ ജയിലിലേക്ക് തന്നെ ചെന്താമരയെ പറഞ്ഞയക്കും. ഒപ്പം തന്നെ ആദ്യത്തെ കേസിൽ ജാമ്യം ലഭിച്ചതിൽ ഒരു വ്യക്തത കുറവ് പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും. ആരാണ് അന്ന് ജാമ്യത്തിൽ ഇറങ്ങാൻ വേണ്ടി സഹായിച്ചത്, ആരാണ് അതിൽ ഒപ്പിട്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൂടി ഒരു വ്യക്തത, അത് പണത്തിന് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ആ കാര്യത്തിൽ കൂടിയായിരിക്കും ഇനി ചെന്താമരയുടെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. സുഹൈൽ, വിപിൻസി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. കുറ്റബോധത്തിന്റെ ലാഞ്ചനയില്ലാതെ ഹിറ്റ് ലിസ്റ്റിൽ ബാക്കിയുള്ള പുഷ്പയെ നോക്കി പേടിപ്പിച്ചാണ് ചെന്താമര തെളിവെടുപ്പിൽ പോലീസിനോടൊപ്പം പോയത്. മറ്റു വാർത്തകളിലേക്കാണ്.